ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഇതൊരു നല്ല നാടൻ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാള ഇവിടെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ നിറച്ചും ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടിയുടെയൊക്കെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇനി ഈ പൊടിവകകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 1 തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തക്കാളി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരാനായിട്ട് ഒരു 3-4 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കൻ ഈ മസാലയിലേക്ക് ചേർക്കാം. ഈ മസാലയുമായിട്ട് ചിക്കൻ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ആദ്യം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ തന്നെയാണ് നമ്മളിത് കുറച്ച് സമയത്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് ആദ്യം ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു 3-4 മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ചിക്കൻ ഒരുവിധം വെന്ത് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. നേരത്തെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിരുന്നു. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെയും ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ നാടൻ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ സാധാരണ വയ്ക്കുമ്പോൾ തയ്യാറാക്കി ഉടനെ കഴിക്കുന്നതിലും ടേസ്റ്റ് അത് കുറച്ച് സമയം അടച്ച് വെച്ച ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവി നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. മസാല നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.